ഗുഡ് മോർണിംഗ് ഓൾ. മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു മെഷീൻ എലമെൻ്റായ ബെയറിംഗ് ആണ്. എന്താണ് ബെയറിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെയറിംഗ് എന്തൊക്കെയാണ്, അതിൽ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഫെമിലിയറായിട്ട് യൂസ് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന MCQ അതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബെയറിംഗ് അതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ബെയറിംഗ് ഉണ്ട്, റേഡിയൽ ബെയറിംഗ് എന്താണ്, ത്രസ്റ്റ് ബെയറിംഗ് എന്താണ്, സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗ്, റോളിംഗ് കോൺടാക്ട് ബെയറിംഗ്, അതിൽ തന്നെ ജേണൽ ബെയറിംഗ് എന്താണ്, ബെയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ, ഹീറ്റ് ജനറേറ്റഡ് ഇൻ ബെയറിംഗ്, ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. അപ്പോൾ എന്താണ് ബെയറിംഗ്? ഇപ്പോൾ ബെയറിംഗ് എന്ന് പറയുന്നത് ഒരു മെഷീൻ എലമെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് അതിൻ്റെ പർപ്പസ്? മെഷീൻ എലമെൻ്റ് എന്ന് പറയുമ്പോൾ മെഷീൻ എന്ന് പറയുന്നത് കുറേ ചെറിയ ചെറിയ എലമെൻസുകളുടെ കോമ്പിനേഷനാണ്. അപ്പോൾ അതിൽ ഓരോ എലമെൻറ്റിനും ഓരോ പർട്ടിക്കുലർ ഫങ്ഷനുണ്ട്. അപ്പോൾ ബെയറിംഗ് എന്ന് പറയുന്ന മെഷീൻ എലമെൻ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് റിലേറ്റീവ് മോഷനായിട്ട് ഉള്ള പാർട്ട്, അതായത് ഒരു മെഷീനിൽ മൂവ് ചെയ്യുന്ന പാർട്ടുകളുണ്ട്, മൂവ് ചെയ്യാത്ത പാർട്ടുകളുണ്ട്. അതായത് മൂവ് ചെയ്യുന്ന പാർട്ടുകളെ സപ്പോർട്ട് ചെയ്യുക, ഇതാണ് ബെയറിങ്ങിൻ്റെ ഡ്യൂട്ടി. സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം മൂവ് ചെയ്യുന്ന പാർട്ടുകളിൽ പല രീതിയിലുള്ള ലോഡുകൾ വരും. അപ്പോൾ ആ ലോഡുകളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ അതിൻ്റെ എന്താണോ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന മോഷൻ, നമുക്ക് ഓരോ മെഷീനിനും ഓരോ മൂവിങ് മെമ്പറിനും ഓരോരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ, നമ്മളതിനെ വിളിക്കും കൺസ്ട്രെയിൻഡ് മോഷൻ. അപ്പോൾ ആ കൺസ്ട്രെയിൻഡ് മോഷനിൽ നിന്ന് മാറാനും പാടില്ല. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന മോഷൻ അവിടെ ക്യാരി ഔട്ട് ചെയ്യാൻ വേണം. അതോടൊപ്പം തന്നെ ആ മെമ്പറിൽ വരുന്ന ലോഡുകൾ ട്രാൻസ്മിറ്റ് ചെയ്ത് ഈ ബെയറിങ്ങിലേക്ക് പോവുകയും വേണം. അതായത് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ബെയറിങ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന മെഷീൻ എലമെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ബെയറിങ്? ബെയറിങ് ഈസ് എ മെഷീൻ എലമെൻറ്റ് വിച്ച് സപ്പോർട്ട് എ മൂവിങ് മെഷീൻ മെമ്പർ ആൻഡ് കൺസ്ട്രെയിൻ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, അതോടൊപ്പം മോഷൻ കൺസ്ട്രെയിൻഡ് ആയിരിക്കുകയും വേണം. കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെക്കാനിസം മെഷീനറിയിൽ പഠിക്കുന്നതാണ് എന്താണ് കൺസ്ട്രെയിൻഡ് മോഷൻ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു വെർട്ടിക്കൽ ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്ലൈഡുകളിൽ പഠിക്കും. അപ്പോൾ ഇതൊരു ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ് ആണെന്ന് വിചാരിക്കുക. മുകളിൽ നിന്നൊരു ഷാഫ്റ്റ് വരുന്നു. ഓക്കെ, ഈ ഷാഫ്റ്റിന് ഈ ബെയറിങ്ങിന് റെസ്പെക്റ്റീവായിട്ട് രണ്ട് രീതിയിൽ മൂവ് ചെയ്യാം. ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം, രണ്ട് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇത് അൺകൺസ്ട്രെയിൻഡ് ആണ്. അതിന് പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അനുസരിച്ച് മൂവ് ചെയ്യും. അപ്പോൾ ഇതിനെ കൺസ്ട്രെയിൻഡ് ആക്കണമെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് ലോഡ് കൊടുക്കുന്നു. ഒരു ഡൗൺവേർഡ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൺസ്ട്രെയിൻഡ് ആയി. അപ്പോൾ പിന്നെ അതിന് റൊട്ടേഷൻ മാത്രമേ പോസിബിൾ ആവൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരൊറ്റ രീതിയിൽ മാത്രം മോഷൻ പോസിബിൾ ആകുന്ന രീതിയിൽ ബോഡിയെ അല്ലെങ്കിൽ മെഷീൻ എലമെൻറ്റിനെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് കൺസ്ട്രെയിൻ മോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് സപ്പോർട്ട് ചെയ്യുക, രണ്ടാമത്തത് കൺസ്ട്രെയിൻഡ് മോഷനാക്കി കൊടുക്കുക. ഇനി ഇറ്റ് പെർമിറ്റ്സ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദി കോൺടാക്ട് സർഫസസ് ഓഫ് ദി മെമ്പേഴ്സ് വൈൽ ക്യാരിങ് ദി ലോഡ്. അപ്പോൾ ലോഡ് ക്യാരി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മോഷൻ സ്മൂത്തായിട്ട് നടക്കുക, ഇതും ബെയറിങ്ങിൻ്റെ ഒരു ഫങ്ഷനാണ്. ഇനി ഡ്യൂ ടു റിലേറ്റീവ് മോഷൻ, നമ്മൾ റിലേറ്റീവ് മോഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ദെയർ വിൽ ബി വെയർ ആൻഡ് പവർ ലോസ്. വെയറും പവർ ലോസും എങ്ങനെ ഉണ്ടാവുന്നു? കോണ്ടാക്റ്റ് വരും. നമുക്കറിയാം, രണ്ട് സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രമല്ല അവിടെ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയോ മോഷനോ നടക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മൂവ് ചെയ്യുകയോ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രിക്ഷൻ്റെ ആക്ഷൻ അവിടെ വരും. ആ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന രണ്ട് നെഗറ്റീവ് എഫക്റ്റുകളാണ് വെയർ ഉണ്ടാവുക, ഹീറ്റ് ജനറേഷൻ ഉണ്ടാവുക, അതുവഴി പവർ ലോസ് ഉണ്ടാവുക. ഇനി അപ്പോൾ ഈ ഫ്രിക്ഷനെ കുറയ്ക്കുക. അപ്പോൾ നമ്മൾ പറയും ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൽ. അത് ചില മെഷീൻ എലമെൻറ്റിൽ ഫ്രിക്ഷൻ്റെ ആവശ്യമുണ്ട്, ചിലതിൽ നമുക്ക് ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യണം. ബെയറിങ്ങിൻ്റെ കേസിൽ ഫ്രിക്ഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു പാരാമീറ്ററാണ്. അപ്പോൾ നമുക്ക് റെഡ്യൂസ് ചെയ്യണം, ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ആ ഫ്രിക്ഷൻ മിനിമം ഫ്രിക്ഷനിൽ സപ്പോർട്ട് കൊടുക്കുക. ഇതായിരിക്കണം ഒരു ബെയറിംഗ് ഡിസൈൻ ചെയ്യുന്ന ആളുടെ മനസ്സിൽ വേണ്ട ഐഡിയ.
അപ്പോൾ ടു റെഡ്യൂസ് ദി ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ലൂബ്രിക്കൻറ്റ് മേ ബി പ്രൊവൈഡഡ്, നമുക്ക് ലൂബ്രിക്കൻറ്റ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഓരോ ടൈപ്പ് ബെയറിംഗ് അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ലൂബ്രിക്കേഷൻ ഡിഫറൻ്റ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ദേ കോമൺലി യൂസ്ഡ് സപ്പോർട്ട് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്. ബെയറിംഗ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഷാഫ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഷാഫ്റ്റ് എന്താണെന്നറിയാം, റൊട്ടേഷൻ പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ മെമ്പറാണ് ഷാഫ്റ്റ്. സർക്കുലർ ഷാഫ്റ്റ്, ഹോളോ ഷാഫ്റ്റ്. അപ്പോൾ റൊട്ടേഷനാണ് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ബെയറിംഗ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞു നമുക്ക് ആ ഫിഗറുകളിൽ കാണാം. ഇതൊരു ടൈപ്പ് ഓഫ് ബെയറിംഗ് ആണ്, ഇത് വേറൊരു ടൈപ്പ്. നമുക്ക് പേര് കറക്റ്റായിട്ട് പറയുകയാണ്, ഇത് സ്ലൈഡിങ് കോൺടാക്ട് ബെയറിംഗ്, ഇത് റോളിംഗ് കോൺടാക്ട് ബെയറിംഗ് ആണ്. രണ്ടും ഷാഫ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നടുക്കൊരു ഹോളോ പോർഷൻ കാണാം, അവിടെയാണ് ഷാഫ്റ്റിന് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നു. ഷാഫ്റ്റിൽ വരുന്ന ലോഡെല്ലാം ഈ ബെയറിംഗ് സപ്പോർട്ട് ചെയ്യും, അതോടൊപ്പം ഷാഫ്റ്റിനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനും സമ്മതിക്കുകയും ചെയ്യും. ഇതാണ് ബെയറിംഗ് എന്ന് പറയുന്ന മെഷീൻ എലമെൻ്റ് ഫങ്ഷൻ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ബെയറിംഗ്. ബെയറിങ്ങിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ഫസ്റ്റ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഡയറക്ഷൻ ഓഫ് ദി ലോഡ് ഷാഫ്റ്റിൽ എങ്ങനെ ആക്ട് ചെയ്യാം. ഇപ്പോൾ ഷാഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ് അനുസരിച്ച് നമുക്ക് ബെയറിങ്ങിനെ റേഡിയൽ ബെയറിങ്സ് എന്ന് പറയാം, ത്രസ്റ്റ് ബെയറിങ്സ് എന്ന് പറയാം, അതോടെ കമ്പൈൻഡ് ലോഡിങ് അല്ലെങ്കിൽ ആംഗുലാർ ബെയറിങ്സ് എന്ന് പറയാം. എന്താണ് റേഡിയൽ ബെയറിംഗ്? നോക്കുക, ഇതൊരു ഷാഫ്റ്റ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഷാഫ്റ്റ് ആക്സിലി ഹൊറിസോണ്ടലി വെച്ചേക്കാണ്. ഇതിന് നടുക്കൂടെ ഒരു ഇമാജിനറി ആക്സിസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ നടുക്കൂടെ പോകുന്ന ആക്സിസ് ആണ് അതിൻ്റെ ആക്സിസ് ഓഫ് ഷാഫ്റ്റ്. ആ ആക്സിസ് ഓഫ് ഷാഫ്റ്റിന് പെർപെൻഡിക്കുലറായിട്ട് ലോഡ് വരികയാണെങ്കിൽ, അതാണ്ട് ഈ ഡയറക്ഷൻ, ഇപ്പോൾ ഇത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വൈ ഡയറക്ഷനിലോ ഇസഡ് ഡയറക്ഷനിലോ ലോഡ് വരികയാണെങ്കിൽ അതാണ് റേഡിയൽ ലോഡ്. എഫ് ആർ റേഡിയൽ ലോഡ്. അപ്പോൾ റേഡിയൽ ലോഡുകൾ മാത്രം എടുക്കുന്ന ബെയറിങ്സിനെയാണ് റേഡിയൽ ബെയറിങ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ കാണാം റേഡിയൽ ലോഡ്. ഇത് ഷാഫ്റ്റിൻ്റെ ആക്സിസ്, ലോഡ് വരുന്നത് ആക്സിസിന് പെർപെൻഡിക്കുലർ, ഇത് ആക്സിസ്. ഇനി ത്രസ്റ്റ് ബെയറിംഗ് എന്ന് പറഞ്ഞാലോ, ത്രസ്റ്റ് ബെയറിംഗ് എന്ന് പറയുന്നത് ആക്സിസിന് എലോങ് ലോഡ് വരികയാണ്. അതായത് ആക്സിസ് കാണിക്കുന്നുണ്ട്, സോറി, ആക്സിസിന് എലോങ് ആണ് ലോഡ് വരുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോളറൊക്കെ കാണാം. അപ്പോൾ ഈ പോർഷൻ എന്ന് പറയുന്നത് കോളറാണ്. അപ്പോൾ കോളർ അവിടെ യൂസ് ചെയ്യുന്നത് ഈ ആക്സിയൽ ലോഡിന് കാരണമുണ്ടാകുന്ന മോഷനെ പ്രിവെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആക്സിയൽ ലോഡ് വരുന്ന അല്ലെങ്കിൽ ത്രസ്റ്റ് വരുന്ന ഷാഫ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാനാണ് ത്രസ്റ്റ് ബെയറിംഗ് യൂസ് ചെയ്യുന്നത്. കമ്പൈൻഡ്, ഒരേ സമയം ആക്സിയലും വരുന്നു, അതേപോലെ റേഡിയൽ ലോഡും വരും, എഫ് ആറും വരുന്നു, എഫ് എയും വരുന്നു. അപ്പോൾ ത്രസ്റ്റ് ലോഡിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് എഫ് എ എന്ന് പറയുന്നത് ആക്സിയൽ ലോഡ്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ആക്സിയൽ ലോഡ് വരുന്നത് ത്രസ്റ്റ് ബെയറിങ്സ്, റേഡിയൽ ലോഡ് വരുന്നത് റേഡിയൽ ബെയറിങ്സ്. രണ്ടിൻ്റെ ആക്ഷൻ ഒരേ സമയം വരുന്നത് കമ്പൈൻ ലോഡിംഗ് ബെയറിങ്സ് അല്ലെങ്കിൽ ആംഗുലാർ ബെയറിങ്സ്. നോക്കുക, അതായത് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരേ സമയം ആക്സിയൽ ലോഡും വരുന്നുണ്ട്, റേഡിയൽ ലോഡും വരുന്നുണ്ട്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പൈൻഡ് ലോഡിംഗ് വരുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ബെയറിങ്സ് ആയിരിക്കും. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ബെയറിംഗ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് അക്കോർഡിംഗ് ടു ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ലോഡ്. അടുത്തത് നേച്ചർ ഓഫ് കോണ്ടാക്ട്. ബെയറിംഗ് സർഫസ് ഷാഫ്റ്റിനെ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന പാർട്ടിനെ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് മോഷനിലാണ് അവിടെ, അല്ലെങ്കിൽ റിലേറ്റീവ് മോഷൻ്റെ ടൈപ്പ് ഏതാണ്? ഓക്കെ, ഫസ്റ്റ് സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിംഗ്, സെക്കൻഡ് വൺ റോളിംഗ് കോണ്ടാക്ട് ബെയറിംഗ്. സ്ലൈഡിങ്, രണ്ട് സർഫസുകൾ തമ്മിൽ ഏരിയ കോണ്ടാക്റ്റ് വഴി ഉരഞ്ഞു നീങ്ങുന്ന പ്രോസസ്സാണ് സ്ലൈഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലൈഡിങ് ആണ് രണ്ട് മേറ്റിംഗ് സർഫസുകൾ തമ്മിലുള്ള റിലേറ്റീവ് മോഷനെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ബെയറിംഗ് ആണ്, അല്ലെങ്കിൽ ആ ടൈപ്പ് ബെയറിംഗ് ആണ് സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിംഗ്. അതാ നോക്കുക, സ്ലൈഡിങ് കോണ്ടാക്ട്, ഇതാണ്ട് ഇതൊരു സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിംഗ്. രണ്ടാമത്തെ ഫിഗറിൽ ഇത് വെളിയിലത്തെ ഇത് ബെയറിംഗ് ആണ്,
പ്ലെയിൻ ബെയറിംഗ് എന്ന് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അകത്ത് ഷാഫ്റ്റ് ഉണ്ട്. നടുക്ക് അവരെ ഈ സ്പേസിൽ, നടുക്കുള്ള സ്പേസിൽ അവരെ അവർക്ക് ഇടയ്ക്ക് വരുന്നത് ലൂബ്രിക്കൻ്റ് ആണ്. അവർക്കിടയ്ക്ക് നമ്മൾ മറ്റ് റോളേഴ്സോ അല്ലെങ്കിൽ ബോൾസോ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ തമ്മിൽ സ്ലൈഡ് ചെയ്താണ് കോണ്ടാക്ട്, അതായത് ഉരഞ്ഞു നീങ്ങലാണ്. അപ്പോൾ സ്ലൈഡിങ് പ്രോസസ്സാണ് നടക്കുന്നതെങ്കിൽ അത് സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിംഗ്, ഓൾസോ നോൺ ആസ് പ്ലെയിൻ ബെയറിങ്സ്. അപ്പോൾ സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിങ്സിന് മറ്റൊരു പേര് പ്ലെയിൻ ബെയറിങ്സ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന ജേണൽ ബെയറിംഗ്, സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിങ്ങിന് ഒരു എക്സാമ്പിളാണ് ജേണൽ ബെയറിംഗ്. ഇനി എന്താണ് റോളിംഗ് കോണ്ടാക്ട് ബെയറിങ്സ്? അവിടെ റോളിംഗ് എലമെന്റ്സ് യൂസ് ചെയ്യുന്നു. റോളിംഗ് എലമെന്റ്സ് എന്താണ്? റോളിംഗ് എലമെന്റ്സ് റോൾ ചെയ്യാൻ പറ്റുന്ന മെഷീൻ പാർട്സ്. നമുക്കറിയാം എന്തിനൊക്കെ റോൾ ചെയ്യാം. ബോളുകൾക്ക് റോൾ ചെയ്യാൻ പറ്റും, സിലിണ്ടേഴ്സിന് റോൾ ചെയ്യാൻ പറ്റും, കോണിക്കൽ ഷേപ്പുള്ള പാർട്ടുകൾക്ക് റോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്യാൻ പറ്റുന്ന എലമെന്റ്സിനെ ബെയറിങ്ങിനും ഷാഫ്റ്റിനും ഇടയ്ക്ക് പ്ലേസ് ചെയ്യുന്നു. നോക്കുക, ഇവിടെ ബോൾ അല്ലെങ്കിൽ റോളേഴ്സ് പ്ലേസ് ചെയ്തേക്കുന്നു. അപ്പോൾ ഷാഫ്റ്റിന് ഈസി ആയിട്ട് അവിടെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും, അതോടൊപ്പം ബെയറിങ്ങിന് ലോഡിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ റോളിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, ഇവിടെ സ്ലൈഡിങ് ഫ്രിക്ഷൻ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. നിങ്ങൾ ലോവർ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, റോളിംഗ് ഫ്രിക്ഷൻ എപ്പോഴും സ്ലൈഡിങ് ഫ്രിക്ഷനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് ഈ റോളിംഗ് കോണ്ടാക്ട് ബെയറിങ്സിനെ ഒരു പ്രത്യേക പേര് വിളിക്കാറുണ്ട്, ആൻറ്റി ഫ്രിക്ഷൻ ബെയറിങ്സ്. ഇപ്പോൾ ആൻറ്റി ഫ്രിക്ഷൻ ബെയറിംഗ് എന്ന് വിളിക്കുന്നത് റോളിംഗ് കോണ്ടാക്ട്, ബോൾ ബെയറിങ്ങിനെയും റോളർ ബെയറിങ്ങിനെയും ഒരുമിച്ച് വിളിക്കുന്നതാണ് ആൻറ്റി ഫ്രിക്ഷൻ ബെയറിങ്സ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഫ്രിക്ഷൻ കുറവാണ് കമ്പയർഡ് ടു സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിംഗ്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൾ നേച്ചർ ഓഫ് കോണ്ടാക്ട് രണ്ട് ടൈപ്പ്, സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിംഗ്, റോളിംഗ് കോണ്ടാക്ട് ബെയറിംഗ്. ഈ റോളിംഗ് കോണ്ടാക്ട് ബെയറിംഗിലെ എക്സാമ്പിൾസ് ആണ് ബോൾ ബെയറിങ്സ്, ബോൾ ബെയറിംഗ്, അതേപോലെ റോളർ ബെയറിങ്സ്. ഇതെല്ലാം റോളിംഗ് കോണ്ടാക്ട് ബെയറിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് ഓർത്ത് വെച്ചേക്കുക. ഒന്നിൽ ബെയറിങ്ങിനും ഷാഫ്റ്റിനും ഇടയ്ക്ക് ലൂബ്രിക്കൻ്റ് മാത്രമായിരിക്കും, ഇവിടെ ബെയറിങ്ങിനും ഷാഫ്റ്റിനും ഇടയ്ക്ക് റോളിംഗ് എലമെൻറ്റ്സ് കാണും. ക്ലിയർ ആണല്ലോ? ഇനി ഫസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പോകുന്നത് സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിംഗ്. എന്താണ് സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിംഗ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബെയറിങ്ങിനും ഷാഫ്റ്റിനും ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മോഷൻ സ്ലൈഡിങ് ആണ്. അപ്പോൾ സ്ലൈഡിങ് ആക്ഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്ലൈഡിങ് ആക്ഷൻ എവിടെ നോക്കുക, ഈ ഷാഫ്റ്റ് നിങ്ങൾക്ക് കാണാം. ഈ സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിങ്ങിൽ ബെയറിങ്ങിനകത്തുള്ള ഷാഫ്റ്റിൻ്റെ പോർഷനെ വിളിക്കുന്ന പേരാണ് ജേണൽ. ഇപ്പോൾ ജേണൽ എന്ന് പറയുന്നത് ഷാഫ്റ്റ് ഇൻസൈഡ് സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിംഗ്. ഓക്കെ, അപ്പോൾ ഈ ജേണൽ എന്ന് ഇനി പറയുമ്പോൾ എന്താണെന്ന് തന്നെ ഓർക്കുക, ഷാഫ്റ്റിനെ തന്നെയാണ് ജേണൽ എന്ന് വിളിക്കുന്നത്. ഇതിന് ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിൻ്റെ ഒരു കേസിംഗ് ഉണ്ട്. കേസിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് പോർഷനാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ബെയറിംഗ് ഹൗസിംഗ് എന്ന് പറയും. ഇതിനകത്ത് ഷാഫ്റ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന, അതായത് ഷാഫ്റ്റുമായിട്ട് കോണ്ടാക്റ്റ് പ്ലസ് ലൂബ്രിക്കൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന അവിടെ ഒരു സ്ലീവ് അല്ലെങ്കിൽ ഒരു ബുഷ് കാണും. അതിവിടെ ബ്രോൺസ് ബെയറിംഗ് എന്ന് മാർക്ക് ചെയ്ത്, ബ്രോൺസ് ആകാം, ബാബിറ്റ് മെറ്റീരിയൽസ് ആകാം, പല പല ഡിഫറെൻറ്റ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് ബുഷ് അല്ലെങ്കിൽ സ്ലീവ് എന്ന് പറയുന്നത്. ഈ ജേണലിനും ഈ ബുഷിനും അല്ലെങ്കിൽ ഈ സ്ലീവിനും ഇതിനിടയ്ക്ക് നമ്മൾ ലൂബ്രിക്കൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത് അവിടെ പല പർപ്പസ് ഉണ്ട്. ലൂബ്രിക്കൻറ്റിന് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുക, ഫ്രിക്ഷൻ കുറയ്ക്കുക, അങ്ങനെ പിന്നെ അവിടെ ഉണ്ടാകുന്ന ഡിബ്രി അതിനെ റിമൂവ് ചെയ്ത് കളയുക, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആരുടെ, സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിങ്ങിൻ്റെ. അപ്പോൾ ഇവിടെ മെയിനായിട്ടും നമ്മൾ എടുക്കുന്നത് റേഡിയൽ ലോഡാണ്. ഇപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ റേഡിയൽ ലോഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് മറ്റൊരു പേരെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ജേണൽ ബെയറിങ് ഓർ സ്ലീവ് ബെയറിങ്സ്. അപ്പോൾ
എവിടാണ് സ്ലൈഡിങ് ആക്ഷൻ വരുന്നത്? എലോങ് ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. അപ്പോൾ ഈ ജേണലിന് ചുറ്റുമുള്ള സർക്കുലർ ലാറ്ററൽ സർഫസ് ഏരിയയിലാണ് ഈ സ്ലൈഡിങ് ആക്ഷൻ വരുന്നത്. ഫുൾ സർഫസ് സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ബെയറിങ്ങും ഉണ്ട്, പാർഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ബെയറിംഗ് ഉണ്ട്. അതിന് അടുത്ത ക്ലാസിഫിക്കേഷനിൽ വരും. അപ്പോൾ സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിങ്ങിൽ ഓർക്കേണ്ടത് എൻ്റെ മറ്റൊരു പേര് ജേണൽ ബെയറിംഗ് ഓർ സ്ലീവ് ബെയറിംഗ്. ഇവിടുത്തെ മെയിൻ പാർട്സ് എന്തൊക്കെയാണ്? ലൂബ്രിക്കൻ്റ് ഉണ്ട്, അകത്ത് ബെയറിംഗ് മെറ്റീരിയൽ ഉണ്ട്, ബെയറിംഗ് ഹൗസിംഗ് അല്ലെങ്കിൽ കേസിംഗ് ഉണ്ട്, ജേണലുണ്ട്. ഇനി എന്താണ് ഫുൾ ജേണൽ ബെയറിങ്ങും എന്താണ് പാർഷ്യൽ ജേണൽ ബെയറിംഗ്? ഫുൾ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക, 360 ഡിഗ്രിയും കോണ്ടാക്ട്, ഷാഫ്റ്റിൻ്റെ ഫുൾ സർഫസിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അത് ഫുൾ ജേണൽ ബെയറിംഗ്. അതല്ല ലെസ് ദാൻ 360 ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ ജേണൽ ബെയറിംഗ്. പാർഷ്യൽ ജേണൽ ബെയറിംഗിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അപ്പോൾ ഫുൾ ജേണൽ ബെയറിങ്ങും ഉണ്ട്, പാർഷ്യൽ ജേണൽ ബെയറിങ്ങും ഉണ്ട്. ഇനി എന്താണ്, എവിടെയാണ് രണ്ട് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഷാഫ്റ്റിലേക്ക് ലോഡ് വരുന്നത് ഏത് ഡയറക്ഷനിലാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ടൈം അനുസരിച്ച് ലോഡിൻ്റെ ഡയറക്ഷനൊക്കെ മാറുകയാണെങ്കിൽ അവിടെ എപ്പോഴും ഫുൾ ജേണൽ ബെയറിംഗ് ആയിരിക്കും നല്ലത്. അതല്ല നമുക്ക് എപ്പോഴും ഒരൊറ്റ ഡയറക്ഷനിലെ ലോഡ് വരുന്നുള്ളൂ എന്ന് നമുക്ക് ഡിസൈനർക്ക് ഉറപ്പാണെങ്കിൽ നമുക്ക് അവിടെ പാർഷ്യൽ ജേണൽ ബെയറിംഗ് യൂസ് ചെയ്യാം. അത് നോക്കുക, ഇതൊരു ഷാഫ്റ്റാണ്, ഡൗൺവേർഡ് ലോഡ് മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ നമുക്ക് പാർഷ്യൽ ജേണൽ ബെയറിങ്ങിൻ്റെ റിക്വയർമെൻറ്റേ ഉള്ളൂ. നമുക്ക് ഫുൾ ജേണൽ ബെയറിങ്ങിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ യൂണി ഡയറക്ഷണൽ ലോഡാണെങ്കിൽ നമുക്ക് പാർഷ്യൽ ജേണൽ ബെയറിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ. ലോഡ് ഈസ് ഓൾവേസ് ഇൻ വൺ ഡയറക്ഷൻ. അപ്പോൾ യൂണി ഡയറക്ഷൻ ലോഡിങ്ങിൽ നമുക്ക് പാർഷ്യൽ ജേണൽ ബെയറിംഗ് യൂസ് ചെയ്യാം. അതിൻ്റെ മെയിൻ ഒരു എക്സാമ്പിളാണ് റെയിൽ ലോഡ് കാർ ആക്സിൽസ്. നമ്മുടെ ട്രെയിനിൻ്റെ വീലിൻ്റെ ആക്സിലുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അവിടെ നമുക്കറിയാം മെയിൻ ലോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡൗൺവേർഡ് ലോഡാണ്. അവിടെ നമുക്ക് പാർഷ്യൽ ജേണൽ ബെയറിങ്ങിൻ്റെ റിക്വയർമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏരിയ ഓഫ് കോണ്ടാക്ട് അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആംഗിൾ ഓഫ് കോണ്ടാക്ട് 360 ഡിഗ്രി കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഫുൾ ജേണൽ ബെയറിങ്, പാർഷ്യൽ കോണ്ടാക്ട് അതായത് ലെസ് ദാൻ 360 ആണെങ്കിൽ അവിടെ പാർഷ്യൽ ജേണൽ ബെയറിങ്. അപ്പോൾ രണ്ടും ഓർത്തിരിക്കുക. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അതർ ടൈപ്പ് ഓഫ് സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിംഗ് ആണ്. ഇതൊക്കെ നിങ്ങൾ പേരൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. പ്ലമ്മർ ബ്ലോക്ക് ഓർ പെഡസ്റ്റൽ ബെയറിംഗ്, ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിംഗ് ആണ്. ഇതിനെ സ്പ്ലിറ്റ് ബെയറിംഗ് എന്നും വിളിക്കാറുണ്ട്. സ്പ്ലിറ്റ് ബെയറിംഗ് എന്ന് വിളിക്കാൻ കാരണം ഇതിന് 2 പീസസ് ആണ്, 2 പീസ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് പീസ് 1, ഇത് താഴെ പീസ് 2. അപ്പോൾ ആ പീസ് 1 എന്ന് പറയുന്നത് അതിൻ്റെ ക്യാപ്പ് പോർഷനാണ്, താഴത്തെ അതിൻ്റെ ബേസ് പോർഷൻ. അവിടെ യൂസ് ചെയ്യുന്നത് കാസ്റ്റേൺ ക്യാപ്പും കാസ്റ്റേൺ ബ്ലോക്കുമാണ്. അകത്ത് ബെയറിംഗ് മെറ്റീരിയൽ ബ്രോസ് യൂസ് ചെയ്യാറുണ്ട്, ഗൺമെറ്റൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് വേണമെങ്കിലും അവിടെ ബുഷ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ ഈ 2 സ്പ്ലിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ രണ്ട് പാർട്ടിനെ നമ്മൾ അസംബിൾ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ 2 സ്റ്റീൽ ബോൾട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. നട്ട് ആൻഡ് ബോൾട്ട് കണക്ഷനാണ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? ഹയർ സ്പീഡ്, ഹെവി ലോഡ്, ലാർജ് സൈസ്. അപ്പോൾ ഷാഫ്റ്റ് വിത്ത് ഹെവി ലോഡ്, ഹയർ സ്പീഡ് ആൻഡ് വെരി ലാർജ് സൈസ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്ലമ്മർ ബ്ലോക്ക്. അപ്പോൾ പ്ലമ്മർ ബ്ലോക്ക് ഈസ് എ ടൈപ്പ് ഓഫ് സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിംഗ് എന്നുള്ള ഓർത്തിരിക്കുക. അത്ര ഡെപ്തിലൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ബേസിക് ആ പേര് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. സ്പ്ലിറ്റ് ബെയറിംഗ് 2 പീസാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിംഗിൽ മറ്റൊരു ടൈപ്പാണ് ഈ ഫുട് സ്റ്റെപ്പ് ബെയറിംഗ് ഓർ പിവറ്റ് ബെയറിംഗ്. എന്താണ്? വെർട്ടിക്കൽ ഷാഫ്റ്റുകൾ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, കൺസ്ട്രെയിൻഡ് മോഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. അതിൽ വെർട്ടിക്കൽ ഷാഫ്റ്റ്, അതായത് ഇതൊരു ഷാഫ്റ്റാണ്, അത് വെർട്ടിക്കൽ ആക്സിൻ അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വെർട്ടിക്കൽ ഷാഫ്റ്റിൻ്റെ എൻഡിനെ, താഴത്തെ എൻഡിനെ സപ്പോർട്ട് ചെയ്താൽ, ഇതാണ് എൻഡ്, ആ എൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ വിത്തൗട്ട് റെസിസ്റ്റിംഗ് ദി റൊട്ടേഷൻ
റൊട്ടേഷന് നമ്മൾ ഡിസ്റ്റർബൻസ് ഒന്നും വരുത്താതെ അതിൻ്റെ വരുന്ന വെർട്ടിക്കലായിട്ട് വരുന്ന ലോഡുകളെല്ലാം താങ്ങാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫുട് സ്റ്റെപ്പ് ഓർ പിവറ്റ് ബെയറിംഗ്. ഇതും ഒരു സ്ലൈഡിംഗ് കോണ്ടാക്ട് ബെയറിംഗ് ആണ്. സ്യൂട്ടബിൾ ഫോർ സപ്പോർട്ടിങ് വെർട്ടിക്കൽ ഷാഫ്റ്റ് വിത്ത് ആക്സിയൽ ലോഡ് ഡൗൺവേർഡ് ലോഡുകൾ വരുന്നു. ഇനി ഇവിടെ ഒരു ബുഷ് ഉണ്ട്. ബുഷ് ഇതാണ്ട് നിങ്ങൾക്ക് കാണാം. ബുഷ് എന്ന് പറയുന്നത് ഇവിടെ ആണ് വിത്ത് കോളർ. അവിടെ ഒരു ഗൺ മെറ്റൽ ബുഷ് ഹാവിങ് കോളർ ഓൺ ടോപ്പ്. കോളർ എന്ന് പറയുന്നത് വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന കോളർ. ഇനി ഇത് യൂസ് ചെയ്യുന്ന സോൾ അല്ലെങ്കിൽ അതിൻ്റെ ബെയറിംഗ് ബോഡി എന്ന് പറയുന്നത് കാസ്റ്റേൺ ആണ്. ഇനി എൻഡ് ഓഫ് ദി ഷാഫ്റ്റ്, ഇതാണ് ഷാഫ്റ്റിൻ്റെ ഇതാണ് നിങ്ങൾക്ക് താഴെ കാണുന്നുണ്ട് ഈ ഒരു പോർഷൻ. അതൊരു കോൺകേവ് കോൺവെക്സ് ഡിസ്ക് ആണ്. അതിന് യൂസ് ചെയ്യുന്നത് ഗൺമെറ്റലാണ് സ്ഥിരം. ബ്രാസും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവിടെ ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. ഫ്രിക്ഷൻ കുറയ്ക്കുക, അതോടൊപ്പം തന്നെ ലൂബ്രിക്കൻറ്റിൻ്റെ ഒരു ഫിലിം എപ്പോഴും അവിടെ പ്രസൻ്റ് ആയിരിക്കുക. അപ്പോൾ ഈ ഒരു ഫങ്ഷൻ ചെയ്യുന്നതാണ് ഈ ഡിസ്ക്. അപ്പോൾ ഡിസ്ക് ഈസ് പ്രിവെൻറ്റഡ് ഫ്രം റൊട്ടേഷൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് പിൻ ഓർ സ്നഗ്. ഈ താഴെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡിസ്ക് അവിടെ ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല ഷാഫ്റ്റിൻ്റെ കൂടെ. അത് ആ റൊട്ടേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതാണ്ട് ഇവിടെ ഒരു സ്നഗ് അല്ലെങ്കിൽ പിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേര് ഓർത്തിരിക്കുക, ഫുട് സ്റ്റെപ്പ് ബെയറിംഗ് ഓർ പിവറ്റ് ബെയറിംഗ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്ലൈഡിംഗ് കോണ്ടാക്ട് ബെയറിംഗ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഷാഫ്റ്റ്, വെർട്ടിക്കൽ ഷാഫ്റ്റ് ആണ്. ആ വേർഡ് ഓർത്തിരിക്കുക. വെർട്ടിക്കൽ ഷാഫ്റ്റ് വിത്ത് ആക്സിയൽ ലോഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫുട് സ്റ്റെപ്പ് ബെയറിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് സ്ലൈഡിംഗ് കോണ്ടാക്ട് ബെയറിംഗ് ആണ് കോളർ ബെയറിംഗ് അല്ലെങ്കിൽ കോളർ ത്രസ്റ്റ് ബെയറിംഗ്. കോളർ ത്രസ്റ്റ് ബെയറിംഗ് വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ടു റൊട്ടേറ്റ് ഷാഫ്റ്റ്, വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ. യൂസ് ടു ടേക്ക് ആക്സിയൽ ത്രസ്റ്റർ. ഷാഫ്റ്റിൻ്റെ ആക്സിസിന് അലോങ് വരുന്ന ലോഡുകളെ എടുക്കാൻ വേണ്ടിയാണ് ഈ കോളർ. നിങ്ങൾക്ക് ഇതാ ഷാഫ്റ്റിൻ്റെ വെളിയിലേക്ക് ഇതാ ഈ പ്രൊജക്റ്റഡ് പോർഷൻ കണ്ടോ? നമ്മൾ ക്യാരി ചെയ്യേണ്ട ലോഡ് അനുസരിച്ച് ഈ കോളേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പം ലോഡ് കൂടുതലാണെങ്കിൽ എണ്ണം കൂട്ടണം, ലോഡ് കുറവാണെങ്കിൽ എണ്ണം കുറച്ച് മതി. ഇനി ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫുട് സ്റ്റെപ്പ് ബെയറിംഗ് എന്ന് പറയുന്ന ഷാഫ്റ്റിൻ്റെ എൻഡിലേ കൊടുക്കാൻ പറ്റും. ഇവിടെ കോളർ ബെയറിംഗ് നമുക്ക് ഷാഫ്റ്റിൻ്റെ ഏത് പൊസിഷനിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷാഫ്റ്റ് മേ ബി ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ പറഞ്ഞു. കോളറിനെ നമുക്ക് എവിടെ വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് ആക്സിയൽ ലോഡ് എടുത്തോളും. അപ്പോൾ ആക്സിയൽ ലോഡ് അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. എല്ലാ ബെയറിങ്ങിലും ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ്റെ പ്രസൻസ് ആണ്. അപ്പോൾ അത് മാക്സിമം കുറയ്ക്കുക. അതിന് ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യുക, ഫ്രിക്ഷൻ കുറയുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യുക മേറ്റിങ്ങിൽ. ഇനി നമുക്ക് വീണ്ടും ജേണൽ ബെയറിങ്ങിലേക്ക് തിരിച്ചു വരാം. ജേണൽ ബെയറിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻ ആണ്. ലൂബ്രിക്കേഷൻ മീൻസ് ലൂബ്രിക്കൻറ്റിൻ്റെ പേരല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ രണ്ട് മേറ്റിംഗ് സർഫസിനും ഇടയ്ക്ക് എന്ത് ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻ അനുസരിച്ച് നമുക്ക് 4 ക്ലാസിഫൈ ചെയ്യാം. അതിൽ തിക്ക് ഫിലിം ലൂബ്രിക്കേഷൻ, തിൻ ഫിലിം ലൂബ്രിക്കേഷൻ, സീറോ ഫിലിം ലൂബ്രിക്കേഷൻ, ഹൈഡ്രോസ്റ്റാറ്റിക് ലൂബ്രിക്കേഷൻ. അപ്പോൾ ഇത് നാലിൽ ഈ സീറോ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. എന്താണ് സീറോ നമുക്ക് സീറോ എന്ന് പറഞ്ഞാൽ നോ ഫിലിം, അവിടെ ലൂബ്രിക്കൻ്റ് ഇല്ല. ബാക്കി എല്ലാത്തിലും ലൂബ്രിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, തിക്ക് ഫിലിമിൽ എന്താണ്, തിൻ ഫിലിമിൽ എന്താണ്, ഹൈഡ്രോസ്റ്റാറ്റിക് ലൂബ്രിക്കേഷൻ എന്താണ്, സീറോ ഫിലിമിൽ. അപ്പോൾ അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻ ബിറ്റ്വീൻ ദി ബെയറിംഗ് ആൻഡ് ദി ജേണൽ, sliding contact bearing can be classified as thick film lubrication bearings, thin film lubrication bearings, zero film lubrication bearings and hydrostatic lubrication bearings. ഫസ്റ്റ് ഏറ്റവും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റേബിൾ എന്ന് പറയാം. അപ്പോൾ എന്താണ് സ്റ്റേബിൾ? അത് റീസൺ നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ പഠിക്കുക. എന്തുകൊണ്ട് തിക്ക് ഫിലിമിനെ സ്റ്റേബിൾ എന്ന് പറയുന്നു. തിക്ക് ഫിലിം ബെയറിങ്സിൽ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ലൂബ്രിക്കൻ്റ്.
വെളിയിലുള്ള സർഫസ് എന്ന് പറയുന്നത് ബെയറിങ്ങും അകത്തുള്ള സർഫസ് എന്ന് പറയുന്നത് ഷാഫ്റ്റുമാണ്. അപ്പോൾ അതാണ്ട് ഇത് ബെയറിങ്ങും ഇതകത്ത് ജേണലുമാണ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കണ്ടിന്യൂസ് ഫിലിം ഓഫ് ലൂബ്രിക്കൻ്റ് ഈസ് പ്രസൻറ്റ് എറൗണ്ട് ദി ജേണൽ. ജേണലിന് ചുറ്റും ലൂബ്രിക്കൻ്റ് പ്രസൻ്റ് ആണ്. പക്ഷെ അതിൻ്റെ തിക്നെസ് പലയിടത്തും പലതാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പെക്യുലാരിറ്റിയാണ്. കോൺസ്റ്റൻ്റ് ഗ്യാപ്പ് അല്ല എല്ലായിടത്തും. ചിലയിടത്ത് ഗ്യാപ്പ് കൂടുതലും അതിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഗ്യാപ്പ് കുറവുമാണ്. അപ്പോൾ ഇതെന്താണ്? ഇപ്പോൾ തിക്ക് ഫിലിം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിൽ കാണേണ്ട ഐഡിയ എന്ന് പറയുന്നത് ഒരിക്കലും ബെയറിംഗ് സർഫസും ജേണൽ സർഫസും തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്ട്, അതായത് മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വരുന്നില്ല. കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ബൈ ലൂബ്രിക്കൻറ്റ്. ഇപ്പോൾ തിക്ക് ഫിലിം ബെയറിംഗ്സ് ആർ ദോസ് ഇൻ വിച്ച് working surfaces are completely separated from each other by lubricant due to relative motion between them. ഈ രണ്ടും തമ്മിൽ, അതായത് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഫുൾ സ്പീഡിൽ എത്തിയാൽ മാത്രമേ ഈ ഒരു ഫിലിം പ്രസൻ്റ് ആയിരിക്കത്തുള്ളൂ. അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്പീഡിലും ഉള്ളത്, റസ്റ്റിൽ, സ്ലോ സ്പീഡിൽ, ഹൈ സ്പീഡിൽ എങ്ങനെയാണ് ഈ ലൂബ്രിക്കൻറ്റിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് വരുന്ന സ്ലൈഡിൽ പഠിക്കാം. അപ്പോൾ റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലൂബ്രിക്കൻ്റ് ഫിലിം അവിടെ ക്രിയേറ്റഡ് ആകത്തുള്ളൂ. ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു സ്ലൈഡിംഗ് സർഫസസ് ഫോഴ്സസ് എ വിസ്കസ് ലൂബ്രിക്കൻ ഇൻ ടു ദി കൺവേർജിങ് വെഡ്ജ് ഷേപ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ട്. തിക്നെസ് ഗ്രാജുവലായിട്ട് കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ വെഡ്ജ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഒരു ആംഗുലാർ വെഡ്ജാണ്, അല്ലെങ്കിൽ സർക്കുലാർ വെഡ്ജാണ്, ഒരു ലീനിയർ വെഡ്ജ് അല്ല. അപ്പോൾ ഇതാ ഇവിടെ തിക്നെസ് കൂടുതൽ, ഇവിടെ തിക്നെസ് കുറവ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ വെഡ്ജ് ഷേപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൺവേർജിങ് കുറഞ്ഞു വരുന്നു തിക്നെസ്. അപ്പോൾ വെഡ്ജ് ഷേപ്ഡ് ഗ്യാപ്പാണ് ഇവിടെ ഉള്ളത്. ഈ ടൈപ്പ് ബെയറിങ്ങിനെ, തിക്ക് ഫിലിം ലൂബ്രിക്കേഷൻ ബെയറിങ്ങിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് വളരെ ഇമ്പോർട്ടൻറ്റ് വേർഡാണ്, ഹൈഡ്രോഡൈനാമിക് ഓർ വെഡ്ജ് ഫിലിം ലൂബ്രിക്കേറ്റഡ് ബെയറിങ്സ്. ഹൈഡ്രോഡൈനാമിക് അല്ലെങ്കിൽ വെഡ്ജ് ഫിലിം ലൂബ്രിക്കേറ്റഡ്. എന്തുകൊണ്ട് ഹൈഡ്രോഡൈനാമിക് എന്ന് വിളിക്കുന്നു? ഹൈഡ്രോ മീൻസ് ലൂബ്രിക്കൻ്റെ പ്രസൻസ്, ഡൈനാമിക് എന്ന് പറയുന്നത് ആ ലൂബ്രിക്കൻ്റെ ഫിലിം ജനറേറ്റ് ചെയ്യുന്നത് മോഷൻ കാരണമാണ്. ഷാഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ മാത്രമേ ഒരു കണ്ടിന്യൂസ് ഫിലിം അവിടെ ഫോം ചെയ്യുന്നുള്ളൂ. വെഡ്ജ് ഫിലിം ലൂബ്രിക്കേറ്റഡ് ബെയറിങ്സ് എന്ന് വിളിക്കാൻ കാരണം അതിൻ്റെ ഷേപ്പാണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു വെഡ്ജ് ഷേപ്പ് ആയിരിക്കും, യൂണിഫോം തിക്നെസ് ആയിരിക്കത്തില്ല ഫിലിമിനുള്ളത്. അപ്പോൾ ഇതാണ് തിക്ക് ഫിലിം ലൂബ്രിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ടത് ഷേപ്പ് വെഡ്ജ് ഷേപ്പാണ്, മോഷൻ കാരണമാണ് ഫിലിം ക്രിയേറ്റഡ് ആകുന്നത്. തിക്നെസ് ഓഫ് ഫിലിം ഈസ് ലാർജ് കമ്പയർഡ് ടു അതർ ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻ. അതായത് ഒരിക്കലും മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വരാനുള്ള ചാൻസ് തിക്ക് ഫിലിം ലൂബ്രിക്കേഷനിൽ ഇല്ല. ഇനി വെഡ്ജ് ഫിലിം നമ്മൾ പറഞ്ഞു. വെഡ്ജ് ഫിലിം എങ്ങനെയാണ് ഇവിടെ ജനറേറ്റഡ്? വെഡ്ജ് ഫിലിം ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ തിക്ക് ഫിലിം ലൂബ്രിക്കേഷൻ തന്നെയാണ്. അതായത് ഹൈഡ്രോഡൈനാമിക്, ഇതും എല്ലാം ഒരേ ഐറ്റംസിന് തന്നെയാണ്. വെഡ്ജ് ഫിലിം ലൂബ്രിക്കേഷൻ, ഹൈഡ്രോഡൈനാമിക് ലൂബ്രിക്കേഷൻ, അതേപോലെ തിക്ക് ഫിലിം ലൂബ്രിക്കേഷൻ, ഇത് മൂന്നും ഒരേ ഐറ്റം തന്നെയാണ്. ഫസ്റ്റ് ഫിഗർ റെപ്രസെൻ്റ് ചെയ്യുന്ന അറ്റ് റെസ്റ്റ് കണ്ടീഷൻ. റെസ്റ്റിൽ നോക്കുക, അകത്തെ ഷാഫ്റ്റ് താഴത്തെ ബെയറിംഗ് സർഫസുമായിട്ട് ഡയറക്റ്റ്, അതായത് ഇവിടെ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റിലാണ്. ആ ഷേപ്പ് നോക്കുക, അകത്ത് ലൂബ്രിക്കൻ്റ് ഉണ്ട്, പക്ഷേ അവിടെ ഒരു ഫിലിം എറൗണ്ട് ആയിട്ടുള്ള ഒരു ഫിലിം ലൂബ്രിക്കൻ ഫിലിം അവിടെ ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് അറ്റ് റെസ്റ്റ്. ഇനി ഗ്രാജുവലായിട്ട് അത് റണ്ണിങ് കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പോൾ അറ്റ് സ്ലോ സ്പീഡ് എന്ത് സംഭവിക്കും? ഇതാ ക്ലോക്ക് വൈസ്, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങാൻ തുടങ്ങുന്നു. ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ റോൾ ചെയ്യുന്ന മോഷൻ, ഇതിപ്പോൾ ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മളിതിനെ റോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഗ്രൗണ്ടിൽ കോണ്ടാക്ട് വെച്ച് ഇതെങ്ങോട്ട് നീങ്ങും? ലെഫ്റ്റിലേക്ക് നീങ്ങും. ഇതേപോലെ ഇത് സർക്കുലാർ സർഫസ് ആണെന്ന് വിചാരിക്കുക, കോണ്ടാക്ട് വഴി ഇതിനെ റോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് ഏത് സൈഡിലേക്ക് നീങ്ങും? ലെഫ്റ്റ് സൈഡിലേക്ക് മുകളിലേക്ക് കയറും. അതാണ്ട് ഇപ്പോൾ താഴെ ഇരുന്ന കോണ്ടാക്ട് പോയിന്റ്, ബോട്ടം മോസ്റ്റ് പോയിന്റ് ഇരുന്ന കോണ്ടാക്ട് പോയിന്റ് ഇപ്പോൾ ബിയിലേക്ക് മാറി.
നേരത്തെ എയിലായിരുന്നു കോണ്ടാക്റ്റ്, ഇപ്പം ബിയിലേക്ക് മാറി. ഇപ്പോഴും നോക്കുക, റൊട്ടേഷൻ കാരണം ചിലപ്പോൾ ഇടയ്ക്കൊന്ന് അവിടെ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഉണ്ടാവുന്ന സമയത്ത് കണ്ടിന്യൂസ് ഫിലിം കിട്ടാം, പക്ഷെ അത് സ്റ്റേബിൾ അല്ല, ഇടയ്ക്കിടയ്ക്ക് മെറ്റൽ കോണ്ടാക്റ്റ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതും അൺസ്റ്റേബിൾ കണ്ടീഷനാണ്. ഒരു കണ്ടിന്യൂസ് ഫിലിം ലൂബ്രിക്കൻ ഫിലിം അവിടെ ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത ഹൈ സ്പീഡിലേക്ക് പോകുമ്പോൾ ഇവിടേക്ക് ഈ മോഷൻ കാരണം ഈ ലൂബ്രിക്കൻ്റ് അകത്തേക്ക് വരികയും അകത്തേക്ക് വന്ന് ഈ ഒരു ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്ത് വന്ന് അവിടെ പ്രഷർ, ബെയറിംഗ് പ്രഷർ ജനറേറ്റഡ് ആയിട്ട് ലൂബ്രിക്കൻ്റ് ജേണലിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്യുന്നു. നോക്കുക, ഇവിടെ ഇരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ സ്ലോ സ്പീഡിൽ ബെയറിങ്ങിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ലെഫ്റ്റിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി എങ്ങോട്ട്, ഇവിടെ ഇപ്പോൾ എങ്ങോട്ടേക്ക് മാറി? റൈറ്റിലെ കോണ്ടാക്റ്റ് ഇല്ല, ഇവിടെ സി ഡി മാർക്ക് ചെയ്തേക്കാണ്. എന്നാണ്ട് ഈ സി ഡി ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് രണ്ടിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചേക്കുന്ന ലൈനാണ് ആ സി ഡി ലൈൻ. നോക്കുക, ഇവിടുത്തെ ഈ പൊസിഷൻ ഇതാ ഈ രീതിയിലേക്ക് മാറി. അപ്പോൾ ഇതിൽ നിന്ന് PSC ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ സ്ലോ സ്പീഡിൽ ഏത് സ്ഥലത്തേക്ക് മാറിയിരിക്കുന്നു, അവിടെ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് വരുന്നുണ്ടോ, എവിടാണ് മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് വരാത്തത്. അപ്പോൾ ഓർക്കേണ്ടത്, ഇവിടെ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് ഉണ്ട്, സ്റ്റാർട്ടിങ് ആയിട്ടില്ല, റെസ്റ്റിലാണ്, മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് ഉണ്ട്. ഇവിടെയും മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് ഉണ്ട്, പക്ഷേ ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ ലെഫ്റ്റിലേക്ക് മാറിയിരിക്കും, ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ എങ്ങോട്ട് മാറിയിരുന്നേനെ, റൈറ്റിലേക്ക് മാറിയിരിക്കും. ഇനി ഹൈ സ്പീഡ് ആകുമ്പോഴത്തേക്ക് ഫ്ലൂയിഡിൻ്റെ പ്രഷർ കാരണം ഇതിനെ വെളിയിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തള്ളുന്നു. അവിടെ ഈ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മാറും, ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മാറുന്നു. സിയുടെ പൊസിഷൻ ഇങ്ങോട്ട് വന്നതിന്. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് വരുന്നില്ല, കണ്ടിന്യൂസ് ലൂബ്രിക്കൻ ഫിലം അവിടെ ജനറേറ്റ് ആവും ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് ഷാഫ്റ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൽ എവിടെ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് ഇല്ലാത്തത് ഈ ഒരു കേസിൽ മാത്രമാണ്. ഈ രണ്ട് കേസിലും എന്ത് വരുന്നുണ്ട്? മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് വെഡ്ജ് ഫിലിമിൻ്റെ ഫോർമേഷൻ ഇൻ ഹൈഡ്രോഡൈനാമിക് അല്ലെങ്കിൽ തിക്ക് ഫിലിം ലൂബ്രിക്കേഷൻ. അപ്പോൾ ഓരോ സ്പീഡ് കണ്ടീഷനിലും, റെസ്റ്റിൽ, സ്ലോ സ്പീഡിൽ, ഹൈ സ്പീഡിൽ ഈ പൊസിഷൻ ഓർത്തിരുന്നോണം, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോൾ പൊസിഷൻ മാത്രം ഓർത്താൽ പോരാ, മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് ഏതിലൊക്കെ വരുന്നു എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇനി തിൻ ഫിലിം ലൂബ്രിക്കേഷൻ. എന്താണ് തിൻ ഫിലിം ലൂബ്രിക്കേഷൻ? ആ വേർഡ് കാണിക്കുന്ന കണക്ക് തന്നെ അവിടെ ലൂബ്രിക്കൻ ഫിലിമിൻ്റെ തിക്നെസ് കുറവായിരിക്കും. തിൻ ഫിലിം ബെയറിങ്സ് ആർ ദോസ് ഇൻ വിച്ച് although lubricant is present, working surfaces partially contact each other. അവിടെ കോണ്ടാക്റ്റ് തമ്മിലുള്ള ആ ഗ്യാപ്പ് കുറവാണ്, അവിടെ ലൂബ്രിക്കൻ ഫിലിമിൻ്റെ തിക്നെസ് കുറവാണ്. നിങ്ങൾക്ക് ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, തിക്ക് ഫിലിം ലൂബ്രിക്കേഷൻ അവിടെ ഒരിക്കലും രണ്ട് സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റ് വരുന്നേ ഇല്ല. തിൻ ഫിലിമിൽ there is possibility of കോണ്ടാക്റ്റ്, അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അതാണ് തിൻ ഫിലിം ലൂബ്രിക്കേഷൻ. അപ്പോൾ ഇവിടെ പാർഷ്യൽ കോണ്ടാക്റ്റ് വരുന്നുണ്ട്, കണ്ടിന്യൂസ് എന്ന് പറയുന്നില്ല, പാർഷ്യൽ കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ മിക്സഡ് ഫിലിം ലൂബ്രിക്കേഷൻ എന്നും വിളിക്കാറുണ്ട്. മിക്സഡ് ഫിലിം ലൂബ്രിക്കേഷൻ എന്ന് വിളിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, ലോഡ് എടുക്കുന്നത്, അതായത് ഇത് ഷാഫ്റ്റും ഇത് ബെയറിങ്ങും ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഷാഫ്റ്റിലേക്ക് വരുന്ന ലോഡ് എടുക്കുന്നത് മെറ്റൽ കോണ്ടാക്റ്റ് വഴിയും ലൂബ്രിക്കൻ്റെ ഫിലിം വഴിയാണ്, രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനായിട്ട്. അതുകൊണ്ടാണ് മിക്സഡ് ഫിലിം ലൂബ്രിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ബൗണ്ടറി ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ ബൗണ്ടറി ഫിലിം ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൂബ്രിക്കൻ ഫിലിം ഈസ് എക്സ്ട്രീംലി തിന്നർ ദാൻ തിൻ ഫിലിം ലൂബ്രിക്കേഷൻ. ഇപ്പോൾ ചില ടെക്സ്റ്റുകളിൽ ഈ തിൻ ഫിലിമിൻ്റെ ഒരു കാറ്റഗറി ആയിട്ട് തന്നെയാണ് ബൗണ്ടറി ലൂബ്രിക്കേഷനെ കൊടുത്തിരിക്കുന്നത്. മിക്സഡും ബൗണ്ടറിയും ഈ തിൻ ഫിലിമിൻ്റെ കാറ്റഗറി ആയിട്ട് തന്നെയാണ്. അങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. ഇവിടെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഇനി വളരെ തിന്നാണ്. മോസ്റ്റ് ഓഫ് ദി ലോഡ് ഈസ് ടേക്കൺ അല്ലെങ്കിൽ ക്യാരിയഡ് ബൈ ദി സർഫസ് ആസ്പെരിറ്റീസ്. ആസ്പെരിറ്റീസ് എന്ന് പറയുന്നത് ഈ സർഫസിലുള്ള ആ റഫ് അല്ലെങ്കിൽ ഇറഗുലാരിറ്റിയാണ് ആസ്പെരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ സർഫസിലെ ആസ്പെരിറ്റീസ് തന്നെയാണ് ഇവിടെ ലോഡിൻ്റെ ഒരു
മാക്സിമം അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ലോഡ് ക്യാരി ചെയ്യുന്നത്. സീറോ ഫിലിം, ആ പേര് തന്നെ നിങ്ങൾ ഓർത്തിരുന്ന നമ്മൾ സീറോ ഫിലിം, നോ സീറോ ആരാണ്? അവിടെ ലൂബ്രിക്കൻ്റ് ഇല്ല, വിത്തൗട്ട് എനി ലൂബ്രിക്കൻ്റ്. അപ്പം ലൂബ്രിക്കൻ്റ് ഇല്ലാത്ത ഏത് ടൈപ്പ് ബെയറിംഗ് ആണ്? സീറോ ഫിലിം ലൂബ്രിക്കേഷൻ ആണ്. അവിടെ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് വഴി മാത്രമാണ് ലോഡ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്നല്ല 4 ക്ലാസിഫിക്കേഷൻ. ഇനി ഒന്നും കൂടെ വരാനുണ്ട്: തിക്ക് ഫിലിം, തിൻ ഫിലിം, ബൗണ്ടറി, സീറോ ഫിലിം. ഓക്കെ, അടുത്തത് ഹൈഡ്രോസ്റ്റാറ്റിക് ലൂബ്രിക്കേഷൻ. ഹൈഡ്രോ ഡൈനാമിക് നമ്മൾ പഠിച്ചു, ഹൈഡ്രോസ്റ്റാറ്റിക്കിന് പഠിക്കുന്നു. ഇവിടെ ലൂബ്രിക്കൻ്റ് പ്രസൻ്റ് ആണ്, പക്ഷെ സ്റ്റാറ്റിക്. എന്താണ് സ്റ്റാറ്റിക്? എന്തുകൊണ്ടാണ് അവിടെ ഡൈനാമിക് എന്ന് വിളിച്ചത്? അവിടെ ഫിലിം ജനറേറ്റ് ചെയ്യുന്നത് ബെയറിംഗ് സർഫസിനും ജേണലിനും ഇടയ്ക്ക് ഫിലിം ജനറേറ്റ് ചെയ്യുന്നത് റൊട്ടേഷൻ കാരണമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, റൊട്ടേഷൻ കാരണമല്ല. റെസ്റ്റിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫുൾ ഫിലിം അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? യൂസിങ് എക്സ്റ്റേണൽ പമ്പ് ഓർ എനിത്തിങ് വിത്ത് പ്രഷറൈസ് ദി ഫ്ലൂയിഡ്. അപ്പോൾ ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ ലൂബ്രിക്കന്റിനെ പ്രഷറൈസ് ചെയ്ത് ബെയറിങ്ങിനും ജേണലിനും ഇടയ്ക്കേക്ക് പ്ലേസ് ചെയ്യുക. ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലൂബ്രിക്കേഷൻ. അത് സ്റ്റഡി ലോഡ് വിത്തൗട്ട് എനി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദി ജേണൽ. അപ്പോൾ ഒരു റിലേറ്റീവ് മോഷനും ഇല്ലാതെ തന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് ബെയറിംഗ്. അപ്പോൾ സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ തന്നെ ഹെവി ലോഡൊക്കെ എടുക്കാൻ ആർക്ക് പറ്റും? ഹൈഡ്രോസ്റ്റാറ്റിക് ലൂബ്രിക്കേഷന് പറ്റും. മറ്റേത് പറ്റും, കാരണം മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വരും സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ. അപ്പോൾ അവിടെ ഹെവി ലോഡൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ഫോഴ്സിങ് എക്സ്ട്രീംലി പ്രഷറൈസ്ഡ് ലൂബ്രിക്കൻ ബിറ്റ്വീൻ ദി പമ്പ്. നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത ലൂബ്രിക്കനെ പ്ലേസ് ചെയ്യുന്നു യൂസിങ് ആരാണ്? ഒരു എക്സ്റ്റേണൽ പമ്പ്. അപ്പോൾ ഇവിടെ നോക്കുക, സ്റ്റാർട്ടിങ് കണ്ടീഷൻ തന്നെ അല്ലെങ്കിൽ റെസ്റ്റിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഫുൾ സ്പീഡിൽ എത്തുമ്പോഴത്തേക്ക് നോക്കുക കോൺസെൻട്രിക് ആണ്. നേരത്തെ നമ്മൾ ഹൈഡ്രോ ഡൈനാമിക് ബെയറിങ്ങിൽ 2 സർക്കിളും എങ്ങനെയായിരുന്നത്? ഇങ്ങനെയല്ലേ? ഇവിടെ തിക്നെസ് കൂടുതലും ഇവിടെ തിക്നെസ് കുറവും. അപ്പോൾ ഇവിടുത്തെ നോക്കുക, ഇവിടെ ആ വെഡ്ജ് ഷേപ്ഡ് ആണ്. ലൂബ്രിക്കൻറ്റിൻ്റെ തിക്നെസ് പലയിടത്തും പലതാണ്. ഇവിടെ യൂണിഫോം ആയിട്ട് കിട്ടും. കോൺസെൻട്രിക് ആയിരിക്കും 2 സർഫസുകളും. അത് ഓർത്തിരിക്കുക. സ്യൂട്ടബിൾ ഫോർ ക്യാരിങ് വെരി ഹെവി ലോഡ്സ്. ഹെവി ലോഡുകൾ അറ്റ് സ്ലോ സ്പീഡ് മറ്റേതും ഹെവി ലോഡ് എടുക്കാം, പക്ഷേ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് എത്തണം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അല്ലെങ്കിൽ സ്ലോ സ്പീഡിൽ തന്നെ ഹെവി ലോഡുകൾ എടുക്കാൻ പറ്റും ഹൈഡ്രോസ്റ്റാറ്റിക് ലൂബ്രിക്കേഷൻ. അപ്പോൾ എന്താണ് അഡീഷണൽ ആയിട്ട് വേണ്ടത്? ഒരു എക്സ്റ്റേണൽ പ്രഷറൈസിങ് ഡിവൈസ്. ഇനി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കമ്പാരിസൺ ആണ് ഹൈഡ്രോ ഡൈനാമിക് ലൂബ്രിക്കേഷനും ഹൈഡ്രോസ്റ്റാറ്റിക് ലൂബ്രിക്കേഷനും. ഇപ്പോൾ ഹൈഡ്രോ ഡൈനാമിക് ലൂബ്രിക്കേഷനിലാണെങ്കിൽ പ്രഷർ ഒബ്റ്റൈൻഡ് ബൈ വെഡ്ജിങ് ആക്ഷൻ, നമ്മൾ പറഞ്ഞ മോഷൻ കാരണമാണ്. ഇവിടെ പ്രഷർ ഒബ്റ്റൈൻഡ് ബൈ എക്സ്റ്റേണൽ സോഴ്സ് ബൈ എ പമ്പ് ഫോർ ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻ. ഹൈഡ്രോ ഡൈനാമിക് ഹൈ സ്പീഡിലേ ഇതിൻ്റെ കറക്റ്റ് ആക്ഷൻ കിട്ടത്തുള്ളൂ. ഇത് ഏത് സ്പീഡിലും, ലോ സ്പീഡിലോ ഹൈ സ്പീഡിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് റിക്വയർഡ്. എന്തുകൊണ്ടാണ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്? ഇനിഷ്യലി മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് അവിടെ നമുക്ക് മോഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൊടുക്കേണ്ടി വരും. ഇവിടെ ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക്, കാരണം അവിടെ തുടങ്ങുമ്പോൾ തന്നെ മോഷൻ തുടങ്ങുന്നത് തന്നെ ലൂബ്രിക്കൻ ഫിലിം ഓൾ അറൗണ്ട് അവിടെ ക്രിയേറ്റഡ് ആണ്. ഇനി കോസ്റ്റ് കുറവാണ്, അവിടെ കോസ്റ്റ് കൂടുതലായിരിക്കും. ഒബ്വിയസ്ലി അവിടെ കോസ്റ്റ് കൂടുതൽ, കാരണം നമുക്കവിടെ പമ്പും ബാക്കിയുള്ള ഫ്ലോ ജനറേറ്റിംഗ് സാധനങ്ങളും എല്ലാം വേണം. ഷാഫ്റ്റ് ഈസ് എക്സെൻട്രിക് എന്ന് പറയാൻ കാര്യം എന്താണ്? 2 ബെയറിങ്ങിൻ്റെയും ജേണലിൻ്റെയും സെൻറ്ററുകൾ ഡിഫറൻ്റ് ആണ്. അപ്പോൾ എക്സെൻട്രിക് ആണ്. ഇവർ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സെൻട്രിസിറ്റി വരുന്ന സ്ലൈഡുകൾ പഠിക്കും. ഷാഫ്റ്റ് ഈസ് കോൺസെൻട്രിക്. ഷാഫ്റ്റ് കോൺസെൻട്രിക് ആണ്. യൂസ്ഡ് വെൻ ഷാഫ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ലെസ് ലോഡ് അറ്റ് സ്റ്റേഷണറി കണ്ടീഷൻ. അപ്പം സ്റ്റേഷണറി കണ്ടീഷന് വളരെ കുറഞ്ഞ ലോഡുള്ളപ്പോൾ മാത്രമേ ഹൈഡ്രോഡൈനാമിക് യൂസ് ചെയ്യാൻ പറ്റൂ. യൂസ്ഡ് വെൻ ഷാഫ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഹൈ ലോഡ്. ഇപ്പോൾ സ്റ്റേഷണറി കണ്ടീഷനിൽ തന്നെ ഹൈ ലോഡ് വരുന്ന കേസുകളിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ബെയറിംഗ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. എക്സാമ്പിൾ IC എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് യൂസ് ചെയ്യുന്ന ഹൈഡ്രോഡൈനാമിക് ആണ്. ഇത് എക്സാമ്പിൾസ് വെർട്ടിക്കൽ ടർബോ ജനറേറ്റേഴ്സ്, സെൻട്രിഫ്യൂഗേറ്റേഴ്സ്,
ബോൾ മിൽസ്, ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് ലൂബ്രിക്കേഷനാണ്. അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്ത് വെച്ചേക്കുക. ഇനി വാട്ട് ആർ ദി ടേംസ് യൂസ്ഡ് ഇൻ ഹൈഡ്രോഡൈനാമിക് ബെയറിംഗ്? ഹൈഡ്രോഡൈനാമിക് ബെയറിംഗിൽ വരുന്ന ഫസ്റ്റ് മെയിൻ ടേം എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്റർ ഓഫ് ബെയറിംഗ്. നമുക്ക് ആ ഫിഗറിൽ കാണാം, ആ വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ, ഇതാണ് ഡയമീറ്റർ ഓഫ് ബെയറിംഗ്. അപ്പോൾ ആരാണ് സ്മോൾ ഡി? ഡയമീറ്റർ ഓഫ് ജേണൽ, അകത്തുള്ള ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ആണ് സ്മോൾ ഡി, അതാണ് ഡയമീറ്റർ ഓഫ് ജേണൽ അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. ഇനി ലെങ്ത് ഓഫ് ബെയറിംഗ്, അത് നമുക്ക് ഈ ഫിഗർ കാണാൻ പറ്റത്തില്ല. എത്ര നീളത്തിൽ ബെയറിംഗ്, ഇപ്പോൾ അതായത് ഇതൊരു ഷാഫ്റ്റ് ആണെങ്കിൽ എൻ്റെ കൈയാണ് ബെയറിംഗ് എങ്കിൽ അതാണ്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം, ഇതാണ് ലെങ്ത് ഓഫ് ബെയറിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പഠിക്കാനുള്ള ടേം എന്താണ്? ഡയമട്രൽ ക്ലിയറൻസ്. ഡയമട്രൽ ക്ലിയറൻസ് സി, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയമീറ്റേഴ്സ് ഓഫ് ബെയറിംഗ് ആൻഡ് ജേണൽ. അപ്പോൾ ക്യാപിറ്റൽ ഡി സ്മോൾ ഡി നിങ്ങൾക്ക് തന്നെ ആ ഫിഗർ അനുസരിച്ച് തന്നെ പറയാം, ജേണലിൻ്റെ ഡയമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും ബെയറിങ്ങിൻ്റെ ഡയമീറ്റർ. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡയമട്രൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. സി ഈക്വൽ ടു ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ ഡി. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ് ഈ ഡയമട്രൽ ക്ലിയറൻസ് ഡിസൈനിലായാലും ജേണൽ ബെയറിങ്ങിൻ്റെ ഡിസൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഈ ഡയമട്രൽ ക്ലിയറൻസ്. ഇനി റേഡിയൽ ക്ലിയറൻസ്, അതേപോലെ തന്നെ റേഡിയൽ ക്ലിയറൻസും ഉണ്ട്. ഇപ്പോൾ റേഡിയൽ ക്ലിയറൻസ് എന്ന് പറയുന്നത് റേഡിയസുകൾ തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡിയും തമ്മിലുള്ള ഡിഫറൻസ് ആണെങ്കിൽ ഇത് ക്യാപിറ്റൽ ആറും സ്മോൾ ആറും തമ്മിലുള്ള ഡിഫറൻസ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റേഡിയൈ ഓഫ് ദി ബെയറിംഗ് ആൻഡ് ജേണൽ. അപ്പോൾ ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ, അതിനെ സി ഡാഷ് എന്ന് വിളിക്കുന്നു. ഈ സി ഡാഷ് എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് പഠിച്ച ഡയമട്രൽ ക്ലിയറൻസിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഡയമട്രൽ ക്ലിയറൻസ് ബൈ 2 ആണ് റേഡിയൽ ക്ലിയറൻസ്. അപ്പോൾ ഓർക്കുക, ക്യാപിറ്റൽ ഡി എന്താണ്, സ്മോൾ ഡി എന്താണ്, എൽ എന്താണ്, ഡയമട്രൽ ക്ലിയറൻസ് എന്താണ്, അതിൻ്റെ ഇക്വേഷൻ, റേഡിയൽ ക്ലിയറൻസ് അതിൻ്റെ ഇക്വേഷൻ, രണ്ടും തമ്മിലുള്ള റിലേഷൻ. ഇനി ഡയമട്രൽ ക്ലിയറൻസ് റേഷ്യോ, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഡയമട്രൽ ക്ലിയറൻസ് ടു ദി ഡയമീറ്റർ ഓഫ് ദി ജേണൽ. അപ്പോൾ ഡയമട്രൽ ക്ലിയറൻസ് അതായത് സി ഡിവൈഡഡ് ബൈ ഡയമീറ്റർ ഓഫ് ജേണൽ, സി ബൈ ഡി റേഷ്യോ, ഇതിനെയാണ് ഡയമട്രൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ് ഈ സി ബൈ ഡി. അപ്പോൾ സി ബൈ ഡിയുടെ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് വരുന്ന സ്ലൈഡിൽ പഠിക്കാം. ഇനി അതോടൊപ്പം പഠിക്കേണ്ട ഒരു ടേമാണ് മിനിമം ഓയിൽ ഫിലിം തിക്നെസ്. മിനിമം ഓയിൽ ഫിലിം തിക്നെസ് നമ്മൾ പറഞ്ഞു, ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് കാണാം, ഈ രണ്ട് സർക്കിളിനും അകത്തുള്ള പോർഷനാണ് ലൂബ്രിക്കൻ്റ് ഫിലിമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലൂബ്രിക്കൻ്റ് ഫിലിമിൻ്റെ തിക്നെസ് പലയിടത്തും പലതാണ്. ഏറ്റവും മാക്സിമം വരുന്ന പോർഷനാണിത്, ഇത് ഏറ്റവും മിനിമം വരുന്ന പോർഷനാണിത്. എങ്കിൽ ഏറ്റവും മിനിമം ഫ്ലൂയിഡിൻ്റെ തിക്നെസ് എത്രയാണ്? അതിനെയാണ് മിനിമം ഓയിൽ ഫിലിം തിക്നെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബെയറിംഗ് ആൻഡ് ദി ജേണൽ അണ്ടർ കംപ്ലീറ്റ് ലൂബ്രിക്കേഷൻ കണ്ടീഷൻ. കംപ്ലീറ്റ് ഫുൾ അതിൻ്റെ റേറ്റഡ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ അല്ലെങ്കിൽ ഡിനോട്ടഡ് ബൈ HO ആൻഡ് ഒക്കേഴ്സ് അറ്റ് ദി ലൈൻ ഓഫ് സെൻറ്റേഴ്സ്. ഇത് എവിടാണ് ലൈൻ ഓഫ് സെൻറ്റേഴ്സ്? അതാണ്ട് ഈ ലൈൻ, ആ ചരിഞ്ഞ് നിൽക്കുന്ന ലൈനെയാണ് ലൈൻ ഓഫ് സെൻറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഈ ലൈൻ ഓഫ് സെൻറ്റേഴ്സ്? രണ്ട് സർക്കിളിൻ്റെ സെൻറ്റർ നിങ്ങൾക്ക് അവിടെ കാണാം. ബെയറിങ്ങിൻ്റെ സെൻറ്റർ താണ്ട് ഈ ഡോട്ടർ ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ജേണലിൻ്റെ സെൻറ്റർ താണ്ട് ഈ O എന്ന് പറയുന്നത്. O ഡാഷും Oയും തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചേക്കുന്ന ലൈനാണ് ഈ ലൈൻ ഓഫ് സെൻറ്റേഴ്സ്. ഈ ലൈൻ ഓഫ് സെൻറ്റേഴ്സ് തന്നെ ആയിരിക്കും ഒരു സൈഡിൽ മിനിമം ഫിലിം തിക്നെസ്സും ഒരു സൈഡിൽ മാക്സിമം ഫിലിം തിക്നെസ്സും. അതിൽ മിനിമം ഫിലിം തിക്നെസ് ആണ് ഡിസൈൻ പാരാമീറ്റർ HO, മിനിമം ഓയിൽ ഫിലിം തിക്നെസ്. ഓക്കെ, അപ്പോൾ ഡയമട്രൽ ക്ലിയറൻസ് റേഷ്യോ സി ബൈ ഡി റേഷ്യോ, മിനിമം ഓയിൽ ഫിലിം തിക്നെസ് HO. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സി ബൈ ഡി, അതിൻ്റെ എഫക്റ്റ് എന്താണ്? എഫക്റ്റ് ഓഫ് സി ബൈ ഡി റേഷ്യോ. അപ്പോൾ സി ബൈ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി ഒരു ജേണലിൻ്റെ ഡയമീറ്റർ ആണ്, അതിനെ നമ്മൾ വേരി ചെയ്യുന്നില്ല വിചാരിക്കുക. സി വേരി ചെയ്യുകയാണെങ്കിൽ, അതായത് സി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അതായത് ഗ്യാപ്പ് എന്നുള്ളത് നോക്കുക, സി ആ ഗ്യാപ്പാണ് ഡയമട്രൽ
ക്ലിയറൻസ് ആണ് ഈ സി കൂടുകയാണെങ്കിൽ ഫിലിമിൻ്റെ തിക്നെസ് കൂടുതലാണ്. ഫിലിമിൻ്റെ തിക്നെസ് കൂടുതലാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും, കൂടുതലായിരിക്കുമോ? അവിടെ നല്ല രീതിയിൽ തിക്നെസ് ഉണ്ടെങ്കിൽ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വരില്ല. മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് ഇല്ലെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും. അപ്പോൾ സി കുറവാണെങ്കിൽ, അപ്പോൾ സി കുറവാണെങ്കിൽ ഗ്യാപ്പ് കുറയുന്നു. ഗ്യാപ്പ് കുറയുമ്പോൾ ഫ്രിക്ഷൻ കൂടുന്നു. ഫ്രിക്ഷൻ കൂടുമ്പോൾ ഹീറ്റ് ജനറേഷൻ ആൻഡ് പവർ ലോസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ C/D റേഷ്യോ കുറയുമ്പോൾ ഹീറ്റ് ജനറേഷൻ കൂടുന്നു, പവർ ലോസ് കൂടുന്നു. എന്ത് കാരണം? ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഫ്രിക്ഷൻ ഇൻക്രീസസ്. ബട്ട് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഇൻക്രീസസ്. എങ്ങനെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടുന്നു? അപ്പോൾ ഗ്യാപ്പ് കുറയുകയാണെങ്കിൽ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വരുന്നു. മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വരുവാണെങ്കിൽ ലൂബ്രിക്കന്റിനേക്കാളും കൂടുതൽ ലോഡ് മെറ്റലിന് എടുക്കാൻ പറ്റും. അപ്പോൾ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടും, പക്ഷേ ഹീറ്റ് ജനറേഷനും പവർ ലോസും കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാം ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള ഓർക്കുക. പക്ഷേ രണ്ടെണ്ണം നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ്. ഒന്ന് പോസിറ്റീവ്, ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടുന്നു, പക്ഷേ ഹീറ്റ് ജനറേഷനും പവർ ലോസും കൂടുതലാണ്. ഇനി സി കൂടുകയാണെങ്കിലോ, അതായത് ഗ്യാപ്പ് കൂടുന്നു, അവിടെ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റിനുള്ള ചാൻസ് കുറയുന്നു. അപ്പോൾ ഹീറ്റ് ജനറേഷൻ ആൻഡ് പവർ ലോസ് ഡിക്രീസ് ചെയ്യുന്നു, ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറയുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ നടക്കും എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇപ്പോൾ C/D റേഷ്യോയുടെ എഫക്റ്റ് ഓർക്കുക. C/D റേഷ്യോയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഓർക്കുക. അടുത്തത് എക്സെൻട്രിസിറ്റി. എന്താണ് എക്സെൻട്രിസിറ്റി? ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈഡ്രോഡൈനാമിക് ബെയറിങ്ങിൽ രണ്ട് സർഫസിൻ്റെയും സെൻറ്ററുകൾ കോൺസെൻട്രിക് അല്ല, എക്സെൻട്രിക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ രണ്ട് സെൻറ്ററുകളും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, ഈ O' മുതൽ O വരെയുള്ള ഡിസ്റ്റൻസ്, അതും നമുക്ക് ഏത് ലൈനിൽ തന്നെ ആയിരിക്കും, ലൈൻ ഓഫ് സെൻറ്റേഴ്സിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ O' to O ഡിസ്റ്റൻസിനെയാണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ O ഓഫ് ദ ബെയറിംഗ് and displace the center O' of the bearing under load. Bearing illa, sorry, journal. അപ്പോൾ O' O'യും, അപ്പോൾ it is denoted by E. E ആണ് എക്സെൻട്രിസിറ്റി. അപ്പോൾ ഈ രണ്ട് സർക്കിളിൻ്റെ സെൻറ്റർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. E എന്ന് പറയുന്നത് C/2 മൈനസ് H0 ആയിരിക്കും. നോക്കാം, കണ്ടേ, ഈ ദൂരം എന്ന് പറയുന്നതാണ് സ്മോൾ ആർ. ഓക്കെ, ഈ ദൂരം സ്മോൾ ആർ ആണ്. ഈ ദൂരത്തിൽ നിന്ന് എന്തൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഈ ദൂരം എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്? E പ്ലസ് H0 പ്ലസ് ഈ ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടിൻ്റെയും കൂടെ റേഡിയൽ ക്ലിയറൻസ്, നമുക്ക് ഇക്വേഷൻ എഴുതാം, ഇപ്പോൾ ക്ലിയർ ആവും. O മുതൽ E വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്, ഈക്വൽ ടു സ്മോൾ e, അതുകൊണ്ട് ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം പ്ലസ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം ജേണലിൻ്റെ റേഡിയസ് സ്മോൾ r പ്ലസ് മിനിമം ഓയിൽ ഫിലിം തിക്നെസ് H0. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനായി. അപ്പോൾ E ഈക്വൽ ടു എന്തെന്ന് വരും? E ഈക്വൽ ടു R മൈനസ് H0. ഈ R മൈനസ് R ആരാണ്? ഡയമട്രൽ ക്ലിയറൻസ് അല്ല, അതിൻ്റെ പകുതി റേഡിയൽ ക്ലിയറൻസ് ആണ്. അതായത് ഇത് C/2 ആണ്. അപ്പോൾ C/2 മൈനസ് H0 ആണ് E. എക്സെൻട്രിസിറ്റി ഈക്വൽ ടു റേഡിയൽ ക്ലിയറൻസ് മൈനസ് മിനിമം ഓയിൽ ഫിലിം തിക്നെസ്. ഓർത്തിരിക്കുക. അടുത്തത് ആറ്റിറ്റ്യൂഡ് ഓർ എക്സെൻട്രിസിറ്റി റേഷ്യോ. എക്സെൻട്രിസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത അടുത്തൊരു ടേമാണ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ എന്താണ് ആറ്റിറ്റ്യൂഡ്? അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി ഡിവൈഡഡ് ബൈ റേഡിയൽ ക്ലിയറൻസ്.
എക്സെൻട്രിസിറ്റി വാല്യൂ ഈ വാല്യൂ ഡിവൈഡഡ് ബൈ റേഡിയൽ ക്ലിയറൻസ്. അപ്പോൾ E/C/2 ആണ് എക്സെൻട്രിസിറ്റി എന്ന്. അപ്പോൾ എക്സെൻട്രിസിറ്റി ഈക്വൽ ടു E/C/2. ഓർ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ E-2 ഇൻറ്റു H0. ഇതെങ്ങനെ വന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഇവിടെ റീഅറേഞ്ച് ചെയ്ത് ഇടുകയാണ്. അപ്പോൾ ഇതൊന്ന് കാണാൻ പിടിച്ച് വെച്ചേക്കുക. അതാണ് ഇവിടുന്ന് നമുക്ക് H0യിലേക്ക് എത്താൻ പറ്റും. ഇനി C' ടേമിൽ നമുക്ക് എഴുതാം. C' ടേം എന്ന് പറയുമ്പോൾ C/2 ആണ് C'. അപ്പോൾ 2/Cക്ക് പകരം 1/C' എന്ന് ഇടാൻ പറ്റും. അപ്പോൾ 1 - H0/C'. അപ്പോൾ ഇതാണ് എക്സെൻട്രിസിറ്റിക്കുള്ള ഫുൾ റിലേഷൻ. അപ്പോൾ എക്സെൻട്രിസിറ്റി റേഷ്യോയ്ക്കുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കുക, അതിൻ്റെ ഡെഫിനേഷൻ നോക്കുക. എക്സെൻട്രിസിറ്റി ഡിവൈഡഡ് ബൈ റേഡിയൽ ക്ലിയറൻസ്. അപ്പോൾ എക്സെൻട്രിസിറ്റി എന്താണെന്ന് ഓർക്കുക, എക്സെൻട്രിസിറ്റി റേഷ്യോ എന്താണെന്ന് നോക്കുക. അതിൻ്റെ മറ്റൊരു പേര് ആറ്റിറ്റ്യൂഡ്. എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്ഡ് ജേണലും ബെയറിങ്ങിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ്, റേഡിയൽ ഡിസ്റ്റൻസ്. എക്സെൻട്രിസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി ഡിവൈഡഡ് ബൈ റേഡിയൽ ക്ലിയറൻസ്. ഓക്കെ, ഇനി L/D റേഷ്യോ, അടുത്തൊരു ടൈമാണ് L/D റേഷ്യോ. നേരത്തെ C/D റേഷ്യോ ആയിരുന്നു, ഇപ്പോൾ L/D. L എന്താണ്? L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ബെയറിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ലെങ്ത് ഓഫ് ബെയറിംഗ് ആണ് L. ലെങ്ത് ഓഫ് ബെയറിംഗ് ഡിവൈഡഡ് ബൈ ഡയമീറ്റർ ഓഫ് ജേർണൽ. ഇനി L/D റേഷ്യോൻ്റെ ഡിഫറൻറ്റ് റേഞ്ച് അനുസരിച്ച് നമ്മൾ ബെയറിങ്ങിന് ഡിഫറൻറ്റ് നെയിംസ് കൊടുക്കാറുണ്ട്, നോമൻക്ലേച്ചർ, അത് ഓർത്തിരിക്കുക. L/D, എല്ലും ഡിയും ഈക്വൽ ആണെങ്കിൽ, L/D ഈക്വൽ ടു 1 ആണെങ്കിൽ സ്ക്വയർ ബെയറിംഗ്. അപ്പോൾ നിങ്ങൾ സ്ക്വയർ ബെയറിംഗ് ആകുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഷാഫ്റ്റ് നിങ്ങൾ കാണുകയാണ്, ഇതിപ്പോൾ ഷാഫ്റ്റ് ആണെങ്കിൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററും അതേപോലെ ഇതിൻ്റെ ലെങ്തും സെയിം ആണെങ്കിൽ നമ്മളതിനെ സ്ക്വയർ, അപ്പോൾ എല്ലും ഡിയും, അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ, ഇത് ബെയറിങ്ങിനകത്തൂടെ ഷാഫ്റ്റ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലും ഡിയും തമ്മിൽ കമ്പയർ ചെയ്യുക. എല്ലും ഡിയും സെയിം ആണ് വാല്യൂ എങ്കിൽ അത് സ്ക്വയർ ബെയറിംഗ്. L/D <1 ആണ്, അതായത് എല്ല് കുറവും ഡി കൂടുതലും. അപ്പോൾ അതാണ് ഏകദേശം ഇങ്ങനെ വരുന്നെന്ന് വിചാരിക്കുക. ഇവിടെ ലെങ്ത് കുറവ്, ഡയമീറ്റർ കൂടുതൽ എങ്കിൽ അതിനെ ഷോർട്ട് ബെയറിംഗ് എന്ന് വിളിക്കും. ഇനി തിരിച്ച് ലോങ് ബെയറിംഗ് ആണെങ്കിൽ ഇവിടെ ലെങ്ത് കൂടുതലും ഡയമീറ്റർ കുറവുമാണ്, അതിനെ ലോങ് ബെയറിംഗ് എന്ന് വിളിക്കും. അപ്പോൾ L/Dയുടെ ഡിഫറൻറ്റ് റേഞ്ചസ് ഓർക്കുക, പേരുകൾ ഓർക്കുക. ലോങ് ബെയറിംഗ്, ഷോർട്ട് ബെയറിംഗ്, സ്ക്വയർ ബെയറിംഗ്. സ്ക്വയർ ബെയറിംഗ് ആണെങ്കിൽ എല്ലും ഡിയും സെയിം ആയിരിക്കണം. ഇനി C/D റേഷ്യോയ്ക്ക് ഈ ബെയറിങ്ങിൻ്റെ പെർഫോമൻസ് റോൾ ഉള്ളതുപോലെ ഈ L/D റേഷ്യോയ്ക്കും റോളുണ്ട്. അതാണ് അടുത്ത സ്ലൈഡിൽ നമുക്ക് പഠിക്കാൻ പോകുന്നത്. എന്താണ് L/D റേഷ്യോയുടെ എഫക്റ്റ്? എല്ല് കുറയുന്നു, അതായത് L/D കുറയുന്നു, ലെങ്ത് കുറയുന്നു എന്നുള്ളത് ഓർക്കുക. ലെങ്ത് കുറയുമ്പോൾ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറയുന്നു. നമുക്കറിയാം, സർഫസ് കുറയുന്നു, ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറയും. സൈഡ് ലീക്കേജ് ഓഫ് ലൂബ്രിക്കൻ്റ് മോർ ആയിരിക്കും, സൈഡ് ലീക്കേജ് കൂടുതലായിരിക്കും. എഫക്റ്റീവ് ലൂബ്രിക്കേഷൻ കുറയുന്നു. ലൂബ്രിക്കേഷൻ, സൈഡ് ലീക്കേജ് കൂടുതലാണെങ്കിൽ എഫക്റ്റീവ് ലൂബ്രിക്കേഷനും കുറവായിരിക്കും. ലൂബ്രിക്കേഷൻ കുറവാണെങ്കിൽ ഹീറ്റ് ജനറേഷനും പവർ ലോസും കൂടുതലായിരിക്കും. അപ്പോൾ നേരത്തെ അതേപോലെ C/Dയുടെ അതേ എഫക്റ്റ്, ലോഡ് കൂടുന്നു പക്ഷേ ബാക്കിയെല്ലാം കുറയുന്നു. അതായത് സൈഡ് ലീക്കേജ് കൂടുതൽ, ലൂബ്രിക്കേഷൻ കുറവ്, ഫ്രിക്ഷൻ കൂടുതൽ, ഹീറ്റ് ജനറേഷനും പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷനും കൂടുതലായിരിക്കും. ഇനി ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട്, W കുറയുകയാണ് ചെയ്യുന്നത്, ലോഡും കുറയുന്നു. ആദ്യം പറഞ്ഞ കറക്റ്റായിട്ടും ലോഡും കുറയുന്നു. അപ്പോൾ L/D എല്ലാ രീതിയിലും നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഇനി L/D കൂടുന്നു, ലെങ്ത് കൂടുമ്പോൾ സർഫസ് ഏരിയ കൂടുന്നു, ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടുന്നു.
ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടുമ്പോൾ സൈഡ് ലീക്കേജ് കൂടുതലാണ്, കുറവാണ്. എഫക്റ്റീവ് ലൂബ്രിക്കേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ലൂബ്രിക്കേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കുറയുന്നു. ഫ്രിക്ഷൻ കുറയുമ്പോൾ ഹീറ്റ് ജനറേഷനും പവർ ലോസും ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, എൽ ബൈ ഡി കുറയുമ്പോൾ ലെങ്ത് കുറയുന്നു. ലെങ്ത് കുറയുന്നെങ്കിൽ ലോഡ് കുറയുന്നു. ലോഡ് കുറയുന്നു. അതോടൊപ്പം തന്നെ ലൂബ്രിക്കേഷൻ്റെ ലീക്കേജ് കൂടുന്നു. നമുക്കറിയാം ലെങ്ത് കുറവാണെങ്കിൽ സൈഡിൽ കൂടെ ലൂബ്രിക്കൻ്റ്, നമ്മൾ കൊടുക്കുന്ന ലൂബ്രിക്കൻ്റ് ഒരു മോസ്റ്റ് പാർട്ടും വെളിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൈഡ് ലീക്കേജ് കൂടുതലായിരിക്കും. എഫക്റ്റീവ് ലൂബ്രിക്കേഷൻ കുറയുന്നു. ഹീറ്റ് ജനറേഷൻ പവർ ലോസ് കൂടുന്നു. അടുത്തത് ലോഡ് ഇൻക്രീസ് ചെയ്യുന്നു. എൽ ബൈ ഡി കൂടുമ്പോൾ ലെങ്ത് ഓഫ് ബെയറിംഗ് കൂടുന്നു. സർഫസ് കൂടുന്നതിനനുസരിച്ച് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടുന്നു. ലെങ്ത് കൂടുന്നതിനനുസരിച്ച് സൈഡ് ലീക്കേജ് കുറയുന്നു. എഫക്റ്റീവ് ലൂബ്രിക്കേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഹീറ്റ് ജനറേഷനും പവർ ലോസും ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഓർക്കുക, സി ബൈ ഡി റേഷ്യോയുടെ എഫക്റ്റ് പോലെ തന്നെ എൽ ബൈ ഡി റേഷ്യോയുടെ എഫക്റ്റും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുവരെ ഉള്ള കാര്യം, നമ്മൾ എൽ ബൈ ഡി റേഷ്യോ വരെ ഉള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെ ടൈപ്പ് ബെയറിംഗ് ഉണ്ടായിരുന്നു, അതിൽ ജേണൽ ബെയറിംഗ് എന്ത് ടൈപ്പാണ്, റോളർ ബെയറിംഗ് എന്ത് ടൈപ്പാണ്, റോളിംഗ് കോണ്ടാക്ട് ബെയറിങ്ങിൽ, പിന്നെ ജേണൽ ബെയറിങ്ങിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ്, പിന്നെ ടേംസ് റിലേറ്റഡ് ടു ജേണൽ ബെയറിംഗ് ആണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ഗുഡ് ബൈ.